السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد صلاة وسلاما دائمين متلازمين إلى أبد الآبدين وسرمد الداهرين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا. هنالك الولاية لله الحق هو خير ثوابا وخير عقبا. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. صدق الله العلي العظيم. وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الحمد لله. വളരെ ബഹുമാന്യരായ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലൂടെ നമുക്ക് കണ്ടുമുട്ടാൻ അവസരം നൽകിയിരിക്കുന്നു. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഒരുമിച്ച് ചേരൽ നമ്മുടെ പാപങ്ങൾക്ക് പൊറുക്കപ്പെടാൻ പ്രായശ്ചിത്തമായി കഫാറത്തായി ഈ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ വളരെ പ്രയാസത്തിലും വിഷമങ്ങളിലും രോഗങ്ങളിലുമായി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചവർ ഒരുപാട് ആളുകളുണ്ട്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ ഈ നേരം കഴിയുന്ന ബന്ധുക്കളുള്ളവരുണ്ട്. പ്രത്യേകിച്ച് ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. 24 വയസ്സുള്ള ഒരു സഹോദരി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. സിസേറിയനായിരുന്നു. പ്രസവാനന്തരം മൾട്ടി ഓർഗാനിക് ഫെയില്യൂർ എന്ന് പറയും. ഒറ്റയടിക്ക് ശരീരത്തിന്റെ ഒരുപാട് അവയവങ്ങൾ നിശ്ചലമായി പോകുന്ന ഒരു അസുഖവും വളരെ പെട്ടെന്ന് ബാധിച്ച് എറണാകുളം ആസ്റ്റർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. ഹാർട്ട് ഫെയില്യൂറാണ്, കിഡ്നി ഫെയില്യൂറാണ്, ബ്രെയിൻ പ്രശ്നമുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രയായ ഒരു സഹോദരി പ്രസവിച്ച് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ചെറിയ കുഞ്ഞാണുള്ളത്. അല്ലാഹു തആല ആ സഹോദരിക്ക് അത്ഭുതകരമായി ശിഫ നൽകട്ടെ. എവിടുന്നാണ് ചികിത്സ തുടങ്ങേണ്ടത് എന്നറിയാതെയാണ് ഡോക്ടർമാർ കുഴങ്ങിയിരിക്കുന്നത്. ഓരോരോ അവയവവും തകർന്നിരിക്കുകയാണ്. എവിടെ വെച്ച് ആദ്യം തുടങ്ങണം എന്നറിയാത്ത പരിഭ്രാന്തിയിലാണ്. പക്ഷെ അള്ളാഹുവിന്റെ
ഷിഫാവും അള്ളാഹുവിന്റെ ഇടപെടലും ഉണ്ടെങ്കിൽ കാര്യം വളരെ എളുപ്പമാണ്. അള്ളാഹുവെ, ആ സഹോദരിക്ക് നീ ആയുസ് വിധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഷിഫ കൊടുക്കണം തമ്പുരാനെ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന നല്ല മനുഷ്യരെ മുൻനിർത്തി അള്ളാഹുവെ നീ ഷിഫ കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ പറയപ്പെടാൻ പോകുന്ന നന്മകളെ മുൻനിർത്തി നീ സഹോദരിക്ക് ഷിഫ കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ ആരെല്ലാം വിഷമത്തിലുണ്ടോ, പ്രയാസങ്ങളിലുണ്ടോ എല്ലാവർക്കും. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് കുടലിൽ അല്പം ടിഷ്യൂ, നമ്മുടെ കോശങ്ങൾ അധികമായി വളരുന്ന ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തത്, അതിനെ ഫർദർ ഡയഗ്നോസിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. അത് ഏതെങ്കിലും വലിയ അസുഖത്തിന്റെ അടയാളമാകുമോ എന്നൊരു വലിയ ഭീതിയിൽ നമ്മുടെ വളരെ അടുത്ത് പരിചയമുള്ള അബുദാബിക്കാരനായ നമ്മുടെ സുഹൃത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുവേ, ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും ആ സഹോദരനെയും ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂടാറുള്ള വരാറുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാം നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് കാലം നമ്മുടെ സുന്നി സെന്ററിനും ഇസ്ലാമിക് സെന്ററിലും ദീനീ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്ത നമ്മുടെ സലാം സാഹിബ് നാട്ടിലേക്ക് പോവുകയാണ്. അല്ലാഹു തആല അവരുടെ യാത്രയും നാട്ടിലെത്തിയുള്ള മറ്റു ജീവിത വിഷയങ്ങളിലുമൊക്കെ അല്ലാഹു എല്ലാവിധ ഖൈറും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ 42 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഓതിയത്. 2 സഹോദരന്മാരുടെ ചരിത്ര പശ്ചാത്തലത്തിലായിരുന്നു വിശുദ്ധ ഖുർആൻ 10ലേറെ ആയത്തുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വദ്രിബ് ലഹും മസലർ റജുലൈനി എന്ന് പറഞ്ഞ് 32ാമത്തെ ആയത്ത് മുതൽ 44ാമത്തെ ആയത്ത് വരെ 12 ആയത്തുകൾ അല്ലാഹു തആല ചർച്ച ചെയ്യുന്നത് മനുഷ്യരുടെ മനോഗതിയെ സംബന്ധിച്ചാണ്, മനുഷ്യന്റെ ചിന്തയെ സംബന്ധിച്ചാണ്. ഖുർആനിലെ ഏറ്റവും വലിയ അത്ഭുതം, ഖുർആൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കർമ്മശാസ്ത്ര നിയമങ്ങളല്ല. ഖുർആൻ ചർച്ച ചെയ്യുന്ന വിഷയം മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. അതുകൊണ്ടാണ് ഇത് തുബയ്യന ലിന്നാസ്, നോമ്പ് നോൽക്കണമെന്നേ പറയുള്ളൂ, അത് എങ്ങനെയെന്ന് എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരും. നിസ്കരിക്കണമെന്നേ അല്ലാഹ് പറയുള്ളൂ, അത് എങ്ങനെയാണ്, എത്ര റക്അത്താണ്, വഖത്ത് ഏതാണ്, ഇതൊക്കെ എന്റെ നബി പറഞ്ഞു തരും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ബഹുഭൂരിഭാഗവും നന്മയാണ്, മനുഷ്യ ഹൃദയത്തെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്ന ചർച്ചയാണ്. അതാണ് ഖുർആനിന്റെ ഒരു അത്ഭുതം. വുദൂഇന്റെ ഷർത്തുകളോ ഫർളുകളോ നിസ്കാരത്തിന്റെ ഷർത്തോ ഫർളോ അള്ളാഹുവിന്റെ കലാമിൽ ചർച്ച കാണില്ല. കാരണം കർമ്മങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്താലും അതിന്റെ സ്വീകാര്യത മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ ഖൽബ് ശരിയില്ലാതെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, ഖൽബ് ശരിയില്ലാതെ നിസ്കരിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 12ഓളം ആയത്തുകളിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്ന മോശമായ ഒരു ചിന്തയും അതേസമയം തന്റെ കൂട്ടുകാരന്റെ മനസ്സിൽ വന്ന ഏറ്റവും നല്ല ചിന്തയും നമുക്ക് പങ്കുവെക്കുകയാണ് സൂറത്തുൽ കഹ്ഫിന്റെ ഈ ഭാഗങ്ങളിൽ. വദ്രിബ് ലഹും മസലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അനാബ്. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരൽപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷന് വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. 2 തോട്ടങ്ങൾ നൽകപ്പെട്ട ഒരാളിന്റെ കഥ. തന്റെ കൂട്ടുകാരനോ സഹോദരനോ ദാരിദ്ര്യമുള്ള ഒരാൾ, തന്റെ സുഹൃത്ത്, തന്റെ സഹോദരൻ പരലോകമില്ല എന്ന് പറയാൻ, നാളെ പരലോകമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ തന്ന പടച്ചവൻ അവിടെയും തരില്ലേ എന്ന് ചിന്തിച്ചപ്പോഴാണ് നീ അങ്ങനെ പറയല്ല എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഹജ്ജിന് ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചിരുന്നു. ഒരു അറബ് നാട്ടിൽ നിന്ന് വന്ന ഒരു സഹോദരി, 21 വയസ്സോ 22 വയസ്സോ ഉള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണ്, അറബ് വംശജയാണ്, മുസ്ലിമച്ചാണ്. ആ വർഷത്തെ ഹജ്ജിന് വന്നു. കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് വന്നത് എല്ലാവരും പോകുന്നത് അള്ളാഹുവിന്റെ ഹറമിൽ ചെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും ചെയ്തു പോയ തെറ്റുകൾ പാപമോചനം അള്ളാഹുവിനോട് ചോദിക്കാനുമാണ്. ഈ പെണ്ണ് ഹജ്ജിന് വന്നത് വലിയ മോഡലിൽ വസ്ത്രം ധരിച്ച് തലമുടി അടക്കം കാണിച്ചു കൊടുത്ത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ടൈറ്റ് ജീൻസ് ധരിച്ച് ആ വസ്ത്രം കാണുന്ന രീതിയിൽ മത്താഫിലൂടെ ഹെഡ്ഫോണും വെച്ചിട്ട് ആരോടൊക്കെയോ സംസാരിച്ചിട്ട് അവിടെ ഹറമിൽ വരുന്ന ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി പോയൊരു പെണ്ണ്. അവിടെ ആകെ ഉദ്ദേശം അതായിരുന്നു. തവാഫിന്റെ ഇടയിൽ ഏതെങ്കിലും ചെറുപ്പക്കാരെ കണ്ടാൽ അവരുമായി
കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടോ മറ്റോ അവരെ അട്രാക്ട് ചെയ്തിട്ട് വ്യഭിചാരത്തിന് വേണ്ടി പോയൊരു പെണ്ണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം അവിടെ മത്താഫിൽ കുറെ ശൈഖന്മാരുണ്ടാവും, കുറെ പണ്ഡിതന്മാരുണ്ടാവും. അദ്ദേഹം വീക്ഷിച്ചു. രണ്ടാമത്തെ ദിവസവും ഈ പെണ്ണുങ്ങളുടെ നടത്തം സഫാ മർവക്കിടയിലും തവാഫിനിടയിലും, തവാഫിന്റെ എണ്ണം അവൾക്കറിയില്ല, അവൾ ആകെ നടക്കുന്നത് അവിടെ ആരെങ്കിലും അവിടുന്ന് റാഞ്ചിയെടുക്കാൻ പറ്റുമോ, നന്മയ്ക്ക് വേണ്ടി വന്ന ആളുകളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു വന്ന നല്ല അതിസുന്ദരിയായ, നല്ല നീളവും വിടർന്ന കണ്ണുകളും എന്നൊക്കെ ആ സംഭവത്തെ സംബന്ധിച്ച് ഉദ്ധരിച്ച പണ്ഡിതൻ പറയുകയുണ്ടായി. അങ്ങനത്തെ നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ് തന്നെ, പക്ഷേ ഉദ്ദേശ്യം മോശമായിരുന്നു. നാലാമത്തെ ദിവസം അവൾ തവാഫിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പണ്ഡിതൻ ചെന്ന് അവളെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഒരു 50-ലേറെ വയസ്സ് തോന്നിക്കുന്ന അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തിട്ട് അവളോട് പറഞ്ഞു, അല്ല, 2-3 ദിവസമായി നിന്നെ ഞാൻ വീക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ ഹറമിൽ ഇങ്ങനെ വസ്ത്രധാരണം ചെയ്ത് വളരെ മോശമായി പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? അപ്പോ ആ പെണ്ണ് ചോദിച്ചു, അത് തടയാൻ നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഞാൻ ആരുമല്ല, പക്ഷെ ഇന്നലിൽ ബൈത്തി റബ്ബൻ സയഹ്മീഹ്, വിശുദ്ധമായ കഅബാലയത്തിന് ഒരു ഉടമസ്ഥനായ അള്ളാഹു ഉണ്ട്, അവനതിനെ സംരക്ഷിക്കുന്നവൻ തന്നെയാണ്. പക്ഷേ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ നടക്കുന്നത് കണ്ടാൽ നിങ്ങളത് ശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരുത്തണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ, നിനക്ക് പരലോകമില്ലേ? നീ എന്തിനാണ് ആളുകളെ പഴപ്പിക്കാനുള്ള ഒരു വസ്ത്രധാരണത്തിൽ, നിന്റെ പെരുമാറ്റങ്ങളിൽ എനിക്ക് നിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാവുന്നില്ല. പെണ്ണ് പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരെ സന്തോഷിപ്പിക്കാൻ വന്നതാണ്, അവരെ സന്തോഷിപ്പിക്കലാണ് എന്റെ ലക്ഷ്യം. ഞാൻ ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ലല്ലോ, ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നില്ലല്ലോ, എനിക്ക് അവർക്ക് സന്തോഷം കൊടുക്കലാ ഉദ്ദേശം, മറ്റൊന്നുമല്ല. പറഞ്ഞു, പെണ്ണെ, നീ ചെയ്യുന്നത് വ്യഭിചാരമാണ്, അതും അല്ലാഹുവിന്റെ ഹറമിലും തവാഫിലും ഒരു ഹജ്ജ് നടക്കുന്ന സമയത്ത്. എത്ര മോശമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് മരണമില്ലേ? ഖബറുണ്ടാവില്ലേ? പരലോകത്തേക്ക് പോവേണ്ടേ? നീ എപ്പോ മരിക്കുമെന്ന് നീ എനക്കറിയുമോ? പെണ്ണ് പറഞ്ഞു, മരണവും പരലോകമെന്ന് എന്നോട് പറയണ്ട. അങ്ങനെ ഒരു പടച്ചവതമ്പുരാനും ഒരു മരണവും ഉണ്ടെങ്കിൽ ഞാൻ എന്നും കയറിയിറങ്ങുന്ന എന്റെ ഗേറ്റ് നമ്പർ 9, 9ാമത്തെ ഗേറ്റിന്റെ അരികത്ത് ആ മരണം വന്നെന്നെ സ്വീകരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹം സമാധാനിച്ചു, റബ്ബേ, ഞാൻ പറയേണ്ടത് പറഞ്ഞു കൊടുത്തു. പിന്നെ സ്വീകരിക്കലും തള്ളിക്കളയലും ചീത്ത പറയലും ഒരു മനുഷ്യന്റെ സ്വന്തമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹ്. ഇദ്ദേഹം കടന്നു പോകുന്നത് ഗേറ്റ് 11ലൂടെയാണ്. ആ സമയത്താണ് ഈ 9ലൂടെ ഞാൻ പോകുമ്പോ അങ്ങനെ ഒരു മരണമുണ്ടെങ്കിൽ അള്ളാഹു തരട്ടെ എന്ന് വെല്ലുവിളിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ ഖദർ, ഈ മനുഷ്യൻ കടന്നു പോയത് 9ലൂടെയാണ്. ഒരുപാട് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു, ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. എന്താണ് വിഷയം എന്നറിയില്ല. അപ്പൊ ആരോ പറഞ്ഞു, ഹജ്ജിനിടയിൽ ഒരാൾ താഴെ വീണ് മരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഗഫർ അല്ലാഹ്, വലിയൊരു സൗഭാഗ്യമാണല്ലോ, ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ആരോ പറഞ്ഞു, അതൊരു പെണ്ണാണ് പോൽ, ഗഫർ അല്ലാഹു ലഹ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ പെണ്ണിനെ. പറഞ്ഞു, ഷെയ്ഖ്, ആ പെണ്ണിന്റെ ശരീര വസ്ത്രധാരണം കണ്ടാൽ നിങ്ങൾ ഈ പ്രാർത്ഥന ഒരുപക്ഷെ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. ചെന്നു നോക്കുമ്പോൾ പോലീസുകാരും ആംബുലേറ്ററി സർവീസിന്റെ ആളുകളും മുഴുവനും വളഞ്ഞു നിന്ന് ആ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് തന്റെ മുമ്പിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അങ്ങനെ ഒരു പടച്ചതമ്പുരാനും മരണമുണ്ടെങ്കിൽ ഗേറ്റ് നമ്പർ 9 ഞാനത് കണ്ടോട്ടെ എന്ന് പറഞ്ഞു പോയ അതേ പെണ്ണാണ് 24 മണിക്കൂർ കഴിയുന്നതിന്റെ മുമ്പേ അള്ളാഹുവിന്റെ ഹറമിൽ വളരെ മോശമായൊരു ചിന്തയിൽ കടന്നുവന്ന് ആ ഒരവസ്ഥയിൽ മരണപ്പെടുന്നത്. നസ്അലുല്ലാഹ ലനാ വലഹൽ ആഫിയ, അള്ളാഹു പാപമോചനം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പക്ഷേ ഇത് ഗുരുതരമാണ്. അങ്ങനെ ഒരു മരണമുണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെ വെല്ലുവിളി അള്ളാഹു ചാല ഇതിലപ്പുറം വലിയ വെല്ലുവിളിക്കാരെ കേട്ടവനാണ് പടച്ചതമ്പുരാൻ. അതുകൊണ്ട് റബ്ബ് ചാല ഇത്തരം വെല്ലുവിളി ഇഗ്നോർ ചെയ്യലാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നിരീശ്വരവാദികളോ അല്ലാത്തവരോ പടച്ചതമ്പുരാനെ വെല്ലുവിളിക്കുന്ന എഴുത്തുകളോ പദപ്രയോഗങ്ങളോ ചില സ്ലോഗൻസ്, ഇതൊക്കെ തമ്പുരാൻ അറിയാം, അള്ളാഹുവിനറിയാം. വഖാനൽ ഇൻസാനു ജഹൂല, മനുഷ്യൻ എത്ര വിവരമില്ലാത്ത മനുഷ്യനാണ്, മനുഷ്യൻ എത്ര താർക്കികനാണ്, ഖദൂല എത്ര നിന്ദ്യനാണ്, ഇത് റബ്ബിനറിയാം. അള്ളാഹു അവസരം നൽകുകയാണ്. കൂട്ടുകാരൻ പറഞ്ഞു, പിന്നെ നിന്റെ തോട്ടത്തിലും നിന്റെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിലേക്കും കയറി ചെല്ലുമ്പോ അഹങ്കരിച്ചുകൊണ്ട് കയറി ചെല്ലല്ലേ, ഇതെല്ലാം എടുത്തുകൊണ്ടുപോകാൻ അള്ളാഹു കഴിവുള്ളവനാണ്. വമാ അദുന്നു സ്സാഅത ഖായിമ, ലോകാവസാനം നടക്കുമെന്നും ഒരു വിചാരണ ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
എന്ന് ആ മനുഷ്യൻ കൊടുത്ത മറുപടിയെ അള്ളാഹു ഉദ്ധരിക്കുകയാണ്. ഖാല ലഹു സ്വഹിബുഹു വഹുവ യുഹാവിറു. നല്ല സംഭാഷണ രൂപേണ തന്റെ കൂട്ടുകാരൻ പറഞ്ഞുകൊടുത്തു, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ ثم من نطفة ثم سواك رجلا. നിന്നെ മണ്ണിൽ നിന്ന് പടക്കുകയും പിന്നെ ഒരു സ്പേമിൽ നിന്ന് സൃഷ്ടിക്കുകയും ചെയ്ത നിന്റെ ഉപ്പയെ ആദം നബിയെ മണ്ണിൽ നിന്ന്, നിന്നെയും നിനക്ക് മുമ്പ് വന്ന ആദം നബിയുടെ മക്കളെയും ശേഷമുള്ളവരെയും നുത്ഫയിൽ നിന്ന്, ثم سواك رجلا, പരിപൂർണമായ ശരീരപ്രകൃതിയോടുകൂടെ ശരിക്കും മനുഷ്യന്റെ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് നിന്നെ ഭൂമിയിലേക്ക് പടച്ചുവിട്ട അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ? ലകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. എന്റെ തമ്പുരാൻ അല്ലാഹുവാണ്, അവൻ ഒരേ ഒരുത്തൻ മാത്രമാണ്, അവന്റെ കൂടെ മറ്റു ദൈവങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നവനല്ല എന്ന് തന്റെ കൂട്ടുകാരൻ. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റേതാണ്, എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്, ഞാൻ പഠിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണെന്ന് പറയേണ്ടതിന് പകരം നീ പറയേണ്ടിയിരുന്നത് മാഷാ അല്ലാഹ്. അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് നടന്നു. എനിക്ക് പൈസ തരാൻ അല്ലാഹു ഉദ്ദേശിച്ചു, അത് നടന്നു. എനിക്ക് തരാതിരിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു, അത് നടന്നു. എന്നെ പരീക്ഷിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു, അത് നടന്നു. എന്നെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചു, അത് നടന്നു. ഇതല്ലേ പറയേണ്ടത്? മാഷാ അല്ലാഹ്. അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അതാണ് നടക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു ഓരോരോ സെക്കൻഡിലും അല്ലാഹു നൽകുന്ന കഴിവല്ലാതെ മനുഷ്യന് കഴിവുകളില്ലല്ലോ. ശ്വസിക്കാനുള്ള കഴിവ്, ഒരു നേരത്തെ ശ്വാസം സെക്കൻഡുകളാണ് എടുക്കുന്നത്. ആ സെക്കൻഡുകൾ നേരത്തെ നമ്മുടെ ലങ്സുകൾക്ക് പ്രവർത്തിക്കാനും സങ്കോചിക്കാനും വികസിക്കാനുമുള്ള പവർ ആ സെക്കൻഡിൽ അല്ലാഹു കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ശ്വസിക്കാൻ കഴിയൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അപ്പപ്പോൾ നൽകുന്ന കഴിവല്ലാതെ മനുഷ്യന് ഒരു കഴിവുമില്ലെന്നും ഇതെന്റെ റബ്ബ് തന്നതാണെന്നുമല്ലേ നീ പറയേണ്ടത്? ഇൻ തറനി അനാ ഖല്ല മിൻക മാലൻ വവലദ. നിന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞവനാണെന്ന് എന്നെപ്പറ്റി നിനക്ക് തോന്നുന്നുണ്ടല്ലേ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? എന്റെ കയ്യിൽ പൈസ എല്ലാം. മനുഷ്യന്റെ ഒരു ചിന്തയാണിത്. എപ്പോഴും പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നാട്ടിലും ഇവിടെയൊക്കെ അങ്ങനെയാണ്. എത്രയാ ശമ്പളം എന്നാ ചോദിക്കുക, എന്ത് കിട്ടും എന്നാ ചോദിക്കുക. അത് എന്നെക്കാളും കിട്ടുന്നുണ്ടോ, എന്നെക്കാളും കുറവാണോ? എന്തിനാപ്പ ചോദിക്കണത്? കുറവാണെങ്കിൽ നിനക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കൂടുതലാണെങ്കിൽ നിനക്ക് അസൂയം വരും. പിന്നെ എന്തിനാ ചോദിക്കണത്? സഹായം വല്ലതും വേണോന്ന് ചോദിക്കുക, അതൊക്കെ ഒരു നല്ല ചോദ്യമാണ്. ഞാൻ വല്ലതും സഹായിക്കേണ്ടതുണ്ടോ? അഖല്ല മിൻക മാല. തന്നെക്കാളും ഒരു 100 രൂപ കുറവാണെങ്കിൽ പിന്നെ അവനോടൊരു നോട്ടത്തിൽ തന്നെ ഒരു കുറവ് കാണിക്കും മനുഷ്യന്മാർ. ആണ് ലോകം, അല്ലേ? ബാച്ചിലർ റൂമിലൊക്കെ ജീവിക്കുമ്പോഴേ അവൻ 2100 രൂപ, ഒക്കെ 2000 അല്ലേ ഉള്ളൂ, 100 രൂപ അവന് കൂടുതലാ, അവൻ കിടക്കട്ടെ മേലെ. ഉദാഹരണം പറയാം. മനുഷ്യനെ അളക്കുന്നത് പൈസ കൊണ്ടാണ്. അങ്ങനത്തെ ഒരു കാലം വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അത്ഭുതത്തിന്റെ കാലമാണ്. ഒരു മനുഷ്യൻ അളക്കേണ്ടത് അവന്റെ നന്മയും ഹൃദയശുദ്ധിയും അവന്റെ ഈമാനും അവന്റെ നന്മകളും നോക്കിയാണ്. അതിന് പകരം അവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന പൈസ എത്രയാണ്, സാലറി എത്രയാണ്, അങ്ങനെ മനുഷ്യനെ കാണുന്ന ഒരു കാലം. അപ്പൊ ഈ ആള് ചോദിക്കുകയാണ്, ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യന്റെ ചിന്തകളെ ഖുർആൻ അനാവരണം ചെയ്യാണ്. ആ ഒരു ചരിത്രം പറഞ്ഞ അള്ളാഹു ആ ചരിത്രത്തിന് നമ്മുടെ ജീവിതവുമായി ഒരു സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിൽ എന്തിനിത് അള്ളാഹു നറേറ്റ് ചെയ്യണം? നമ്മുടെ ജീവിതവുമായി ഇതിന്റെ ബന്ധമുണ്ടെന്നാണ്, നമ്മുടെ വീക്ഷണങ്ങളുമായി ഇതിന്റെ ബന്ധമുണ്ട്. ഇൻ തറനി, നിനക്ക് എന്നെപ്പറ്റി തോന്നുന്നുണ്ടോ? അന അഖല്ലു മിൻക മാലൻ വവലദ. കുട്ടികളുമില്ല, കുടുംബമില്ല, നാട്ടുകാരുമില്ല, തറവാടുകാരൊന്നുമില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ഒന്നിനും പോരാത്തവനാണെന്ന് നിനക്ക് എന്നെപ്പറ്റി തോന്നുന്നുണ്ടല്ലേ എന്നവൻ ചോദിച്ചു. എന്നിട്ട് എന്ത് മറുപടി പറഞ്ഞു എന്നറിയോ? ഫഅസാ റബ്ബി, എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന് കഴിയുമല്ലോ, അയ്യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക്, നിന്റെ ഈ തോട്ടത്തെക്കാളും ഖൈറായത് എനിക്ക് നൽകുവാനും, വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് അല്ലാഹു തആല കരിച്ചു കളയുന്ന കാറ്റടിച്ച് വീശുകയും, ഫതുസ്ബിഹ സ്വഈദൻ സലഖാ, ഫലഭൂയിഷ്ടമായിരുന്ന മണ്ണ് ഫലം കായ്ക്കാത്തതായി, ഫലഭൂഷ്ട ഇല്ലാത്തതായി,
നിന്റെ ചെടികൾ നശിച്ചു പോകുന്നതായി മാറ്റാനും അല്ലാഹു കഴിവുള്ളവനല്ലയോ? ഔ യുസ്ബിഹ മാഉഹാ ഗൗറാ, നിന്റെ തോട്ടത്തിലൂടെ കടന്നു പോകുന്ന അരുവിയിലെ വെള്ളം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോവാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ഫലൻ തസ്തതിഅ ലഹു ത്വലബാ, അത് പിന്നെ അന്വേഷിച്ച് നടന്നാൽ ഒരു ബോർവെൽ അടിച്ചാൽ പോലും നിനക്കത് കിട്ടിയില്ലെന്ന് വരും. അല്ലാഹു താഴ്ത്തിക്കളഞ്ഞാൽ. വലിയ അത്ഭുതമല്ലേ? കിണറുകൾ വലിയ അത്ഭുതമാണ്. നമ്മുടെ കേരളീയ മണ്ണിലായി കിണർ ഒരു ഫിൽറ്ററും ചെയ്യാതെ മോട്ടറടിച്ചിട്ട് ടാങ്കിൽ പിന്നെ ടാപ്പിലൂടെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുക. ഇത് കേരളത്തിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ സ്റ്റേറ്റുകളിലും കിണറുണ്ട്, പക്ഷെ അത് അങ്ങനെ പച്ചയെ കുടിക്കൂല, ഫിൽറ്റർ ചെയ്യേണ്ടി വരും, ചൂടാക്കി തിളപ്പിക്കേണ്ടി വരും. ഇത്ര രുചിയോ ഇത്ര ക്ലീനോ ആയിട്ട് കിട്ടണില്ല അല്ലെ? നമ്മുടെ നാട്ടിൽ അല്ലാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ? ഓരോ വീട്ടിലും കിണർ. ഇവിടെ ഇപ്പൊ അബുദാബിയിലുണ്ട് വീട്ടുകാർക്ക് കിണർ. പൈപ്പിൽ വരുന്ന വെള്ളം അതിൽ എന്ത് കലക്കി വിട്ടാലും അറിയാൻ പറ്റുമോ? എല്ലാം ഒരു വിശ്വാസം, അത്ര തന്നെ. പക്ഷേ നമ്മുടെ സ്വന്തം കിണർ, ഞാൻ കുഴിച്ചത്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ നിഅമത്താണ് ആലോചിക്കണം. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഭൂമിയിലെ ഈ മേൽഭാഗത്താണ് അല്ലാഹു വെള്ളം തന്നത്. ഭൂമിക്ക് എത്ര ആഴമുണ്ടെന്ന്? കിലോമീറ്ററുകളിലേക്ക് പോവാനുണ്ട്. ആ വെള്ളം താഴേക്ക് അങ്ങോട്ട് പോയി നമ്മൾ കുഴിച്ച് ക്ഷീണിച്ച് തളർന്ന് കുഴി നിർത്തിപ്പോവുന്ന അവസ്ഥയിൽ അല്ലാഹു അത് താഴേക്ക് വലിച്ചു കൊണ്ടുപോയാൽ ആരാണ് ആ വെള്ളം കൊണ്ടുവന്ന് തരിക? അല്ലാഹു ചോദിക്കാൻ. കിണർ അത്ഭുതമാണ്. ഇന്നലെ ഒരു വാലിന് ദ്വാരക്കാൻ വേണ്ടി ലിസ്റ്റ് തന്നപ്പോ കിണറ്റിൽ വെള്ളം ഉണ്ടാവാൻ വേണ്ടി എന്ന് ദ്വാരക്കാൻ വേണ്ടി തന്നിരുന്നു. കിണറ്റിൽ വെള്ളം ഉണ്ടാവാൻ വലിയൊരു നിഅമത്തല്ലേ? കിണറ്റിൽ വെള്ളം ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിന്റെ കിണർ അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. ആ വെള്ളത്തെ അള്ളാഹു മേലോട്ട് വെച്ച്, കുന്നും പുറത്തുള്ള വീട്ടുകാർക്കും കിണർ കിട്ടും. താഴെയുള്ള കിണറുകാർക്ക് ഒരു 15 അടി 20 അടിയോ 30 അടിയോ 40 അടിയോ താഴ്ചയിലാണെങ്കിൽ ആ 40 അടി തന്നെ കുന്നിന്റെ മുകളിലുള്ളൂ. ഈ കുന്ന് മൊത്തം പിന്നടിക്ക് അങ്ങനെയല്ല, താഴേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് തന്നെ അള്ളാഹു മേലെയും വെള്ളം കൊടുത്തു. ഇതൊക്കെ പിടിച്ച് താഴ്ത്താൻ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല. നിങ്ങൾക്ക് വെള്ളം വേണ്ടേ? അത് പച്ചയിൽ തന്നെ നിങ്ങൾക്ക് വില ഉണ്ടാവില്ല. ഒന്ന് കുഴിച്ചു നോക്കിയാൽ ഞാൻ തരാം. വെറുതെ കിട്ടുമ്പോൾ വിലയില്ലല്ലോ, നിങ്ങളൊന്ന് അധ്വാനിക്കണം. ആ ഒരു വലിയ നിഅമത്താണ് കിണറുകൾ. അപ്പോഴാണ് വറ്റാത്ത കിണറൊക്കെ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യണം? നാട്ടുകാർക്ക് വെള്ളം അടിച്ചു കൊണ്ടുപോകാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. ആ വെള്ളം നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. ചിലർ പിശുക്കും അല്ലെ? ഉഷ്ണകാലൊക്കെ വരുമ്പോ ഒന്ന് മോട്ടോർ വെച്ചോട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഞങ്ങൾക്ക് തന്നേക്കുമോ? ചോദിക്കും മുമ്പേ കൊടുക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ നിഅമത്താണ്. അതിന്റെ നന്ദി അത് ഷെയർ ചെയ്യുമ്പോഴാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.